പ്രസവ വേദന കഴിഞ്ഞാല് രണ്ടാമത് വേദനയുടെ കാര്യത്തിൽ വലിയ നമുക്ക് അനുഭവപ്പെടാവുന്ന ഒരു വേദന എന്ന് പറയുന്നത് ഈ ഒരു കിഡ്നി പെയിൻ തന്നെയാണ്, സ്റ്റോണിന്റെ പെയിൻ തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അത് പലപ്പോഴും അനുഭവിച്ച് ഈ എമർജൻസിയിലൊക്കെ ആംബുലൻസ് കൊണ്ടുപോകുന്ന പോലെ കാറിൽ ഞാൻ എത്രയോ വട്ടം അതിനെ കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റൽ. ഏറ്റവും വലിയ കസ്റ്റമർ ഞാൻ തന്നെയാണ് ഇതില്. കാരണം 2017 മുതൽ ഈ കിഡ്നി സ്റ്റോണിന്റെ ഇഷ്യൂസ് ഉള്ള ഒരാളാണ്. കണ്ടോ, ഒരു 9ഓളം സ്കാനിങ് റിപ്പോർട്ടുകളുണ്ട്. ഞാനിതെല്ലാം ഫയൽ ചെയ്ത് വെച്ചിരിക്കുകയാണ്. 2017 സെപ്റ്റംബർ മുതൽ 2024 മാർച്ചിൽ, അതായത് നമ്മുടെ കഴിഞ്ഞ റമദാൻ മാസത്തിൽ 2 നോമ്പ് വരെ പോയി എന്ന് പറഞ്ഞാൽ ഒരു 7 വർഷമായിട്ട് കിഡ്നി സ്റ്റോണിന്റെ ഇഷ്യൂസ് ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ അതിന് നമ്മൾ അലോപ്പതി, ആയുർവേദം, ഹോമിയോ തുടങ്ങിയ ചികിത്സകളൊക്കെ നടത്തി. അതിന്റെ എല്ലാ ലിസ്റ്റും എന്റെ കയ്യിലുണ്ട് കേട്ടോ. ചുരുക്കി പറഞ്ഞ അലോപ്പതി എനിക്ക് ഒരു ആശ്വാസമായിരുന്നില്ല. പിന്നീട് പല യുനാനി പോലെയുള്ളതിലേക്കൊക്കെ പോയ സമയത്താണ് യാദൃശ്ചികമായിട്ടും അല്ലെങ്കിൽ ഭാഗ്യവശാല് ഇങ്ങനെ ഒരു മൈ ലൈഫ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഒരു റീ അഡ്മിഷൻ ഉണ്ടാകുന്നത്, റീജോയിൻ ഉണ്ടാകുന്നത്. ശേഷം ഞാൻ ഇതിന്റെ പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ പലർക്കും കൊടുക്കുന്ന കൂട്ടത്തിലാണ് സത്യം പറഞ്ഞാൽ യൂറിഫ്ലഷ് എന്ന് പറയുന്ന ഈ 3 എന്ന് പറയുന്ന ഡോക്ടർ അഞ്ജിത മാമിന് പ്രത്യേക നന്ദി അറിയിക്കുന്നുണ്ട്. കാരണം അവരുടെ വീഡിയോസിലൂടെ ഞാനിത് കൂടുതൽ പഠിക്കാൻ എനിക്ക് പറ്റി. പക്ഷെ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നതും പിന്നെ അത് വാങ്ങി അത് കഴിക്കാൻ തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കുറെയൊക്കെ ഒരു ആശ്വാസം കിട്ടി തുടങ്ങി. അപ്പൊ പക്ഷെ എന്റെ കേസിൽ ഇവിടെ ആരോ പറഞ്ഞു, എന്താണ് ഇവിടെ നമ്മൾ ക്ലാസ് കൈകാര്യം ചെയ്ത സാറ് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ടാബ്ലറ്റ് യൂസ് ചെയ്യുക അല്ലെങ്കിൽ ഫ്ലഷ് യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിത് രണ്ടും ഇപ്പൊ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ആശ്വാസമാണ്. ഇത് നമ്മൾ രാവിലെ എണീക്കുമ്പോ തന്നെ ഭയങ്കര പ്രയാസങ്ങൾ, ഇപ്പൊ അവര് പറഞ്ഞ പോലെ പ്രസവ വേദന കഴിഞ്ഞാല് രണ്ടാമത് വേദനയുടെ കാര്യത്തിൽ, അതായത് മരണവും പ്രസവ വേദന ഒക്കെ പോട്ടെ, പിന്നെ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ നമുക്ക് അനുഭവപ്പെടാവുന്ന ഒരു വേദന എന്ന് പറയുന്നത് ഈ ഒരു കിഡ്നി പെയിൻ തന്നെയാണ്, സ്റ്റോണിന്റെ പെയിൻ തന്നെയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അത് പലപ്പോഴും അനുഭവിച്ച് ഈ എമർജൻസിയിലൊക്കെ ആംബുലൻസ് കൊണ്ടുപോകുന്ന പോലെ കാറിൽ ഞാൻ എത്രയോ വട്ടം അതിനെ കൊണ്ടുപോയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ. നൂർഷ എന്ന് പറയുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന്റെ വേദനയെ പറ്റിയിട്ട് വയനാട്ടിലുള്ള സാറ് പറഞ്ഞിരുന്നല്ലോ. എനിക്ക് എന്റെ തന്നെ അനുഭവം പോലെയാണ് അത് ഫീൽ ചെയ്തത്. ഏതായിരുന്നാലും നല്ല ആശ്വാസമുള്ള, മാത്രമല്ല ഇതിൽ നമ്മുടെ കൂട്ടുകാർ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കിഡ്നി സ്റ്റോണിനെ അലിയിച്ച് കളയുന്നു എന്നതിലുപരി അത് നമ്മുടെ കിഡ്നിയിൽ ഫോം ചെയ്യുന്ന ആ റൂട്ടിനെ തന്നെ ഇല്ലാതാക്കുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇൻഷാ അല്ലാഹ് ഇത് ഒരു വർഷമെങ്കിലും ഒരാൾ കഴിക്കുകയാണെങ്കിൽ, ഉള്ള ഒരാൾ തുടർച്ചയായിട്ട് ഒരു 6-7 മാസം കഴിക്കുകയാണെങ്കിൽ അയാൾക്ക് ഒരു 10 വർഷത്തേക്കെങ്കിലും ഇത് ഫോം ചെയ്യുന്ന ഒരു അവസ്ഥയിൽ നിന്നും മാറി നിൽക്കാൻ, ഒരുപക്ഷെ ഒരു ജീവിതകാലം തന്നെ അതിൽ നിന്ന് അയാളെ മാറ്റിയെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ഒരു നാച്ചുറോസ്യൂട്ടിക്കൽ ആയിട്ടുള്ള യൂറിഫ്ലഷ് 3. 3 തരത്തിലുള്ള കാര്യങ്ങളെയും 3 തരത്തിലുള്ള ഫോം ചെയ്യലിനെയും തടയുന്നത് കൊണ്ടാണ് അതിന് 3 എന്ന് കൂടെ ആഡ് ചെയ്തിട്ടുള്ളത് എന്നതാണ് എന്റെ പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഏതായിരുന്നാലും മൈ ലൈഫിന് നല്ലൊരു ബിഗ് സല്യൂട്ട് ഞാൻ നൽകുകയാണ് എന്നെ സഹായിച്ചതിന്. ഇനി ഞാൻ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റെ എക്സ്പീരിയൻസിൽ നിന്ന് ഈ യൂറിഫ്ലഷ് 3 എനിക്ക് കൊടുക്കാൻ പറ്റുമല്ലോ.